അല്ല അത് നമ്മളിപ്പം വളരെ രാവിലെ ഒരു 11 മണിക്കാണ് ഞങ്ങളോടൊക്കെ വിവരം പറയുന്നത്. കോടതിയിലെല്ലാവരും അഭിഭാഷകരൊക്കെ കോർട്ട് ഹാളിലായിരുന്നു. ആ സമയത്ത് പോലീസ് വന്നിട്ട് പറഞ്ഞ് വളരെ എല്ലാവരും മാറണം, ഇങ്ങനെ ഒരു ഭീഷണി വന്നിട്ടുണ്ട്, ഇപ്പം വിശദമായ പരിശോധന ആവശ്യമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പരിശോധന തുടങ്ങിയത്. ഒരു 11:05 സമയത്ത് 11:05 11:07 ആ സമയത്ത് മുഴുവൻ അഭിഭാഷകരെയും ജീവനക്കാരും പൊതുജനങ്ങളെയൊക്കെ കോർട്ട് ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് നിർത്തിയിരുന്നു. പിന്നെ വിശദമായ പരിശോധന നടത്തി. അപ്പം ഇപ്പോഴൊന്നും കണ്ടില്ല എന്നാണ് പോലീസിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ്. അപ്പോൾ ഓരോരുത്തരെയും മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് അകത്തേക്ക് കടത്തി വിടുകയാണ് ചെയ്യുന്നത്. വളരെ ഇത് സംഗതി പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരു സ്വാഭാവികമായിട്ടൊരു ബോംബ് ഭീഷണി കാസർഗോഡിന് അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. അങ്ങനത്തെ ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇപ്പോൾ ഇല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ UAPA പോലത്തെ കേസുകളൊന്നും ഇവിടെ ട്രയൽ നടത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. സാധാരണ ഉള്ള കേസുകൾ വ്യാജമാകാനാണ് സാധ്യത. തീർച്ചയായും വ്യാജമാകുന്ന ഞങ്ങൾ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ പരിശോധന കഴിഞ്ഞാൽ നമുക്ക് പരിശോധന നടക്കും. തീർച്ചയായും പരിശോധന നടക്കേണ്ടി ഞങ്ങൾ പ്രതീക്ഷയിലാണ്. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്.